നമ്മൾ വിചാരിച്ച് ഇനി എൻ്റെ കയ്യിലുള്ള ജിപേ മാത്രമേ കളയാൻ ബാക്കിയുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ആപ്പും ഞാൻ കളഞ്ഞു. വീട് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായി അവർ. അപ്പം ഇപ്പോഴത്തെ കാലമല്ല അങ്ങനത്തെ അല്ലേ എന്നെല്ലാം പറഞ്ഞു. ഹലോ ഗായ്സ്, ഞാൻ ഫസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ എന്താണ് ഒരു ടോപ്പിക്ക് പറയണ്ടതെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ് ഇങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയയിലേക്കും എന്നെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന എൻ്റെ ഒരു ചങ്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവളെ കുറച്ച് സ്റ്റോറി പറയാം. അവളെ കുറച്ച് സ്റ്റോറി പറയുന്നില്ല, അവളൊരു സ്റ്റോറി പറയാം. ബാക്കി സ്റ്റോറീസ് പിന്നെ പറയാം. അവളെ പ്രൈവസീനെ മാനിച്ചിട്ട് ഞാൻ അവളെ പേര് പറയുന്നില്ല. ഇത് ഞാൻ എല്ലാ കഥയും പറയണ്ടല്ലേ, ഇപ്പോൾ തൽക്കാലം കുറച്ച് പറയാം. എല്ലാം കൂടി വലിച്ചു നീട്ടുന്നില്ല, ഫസ്റ്റ് എന്നെ വെറുപ്പിക്കുന്നില്ല. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി ഗൈസ്. ഇതാണ് ഞാൻ വീഡിയോ ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ. ആറ്റൊന്നൊറ്റൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ സ്റ്റോറേജ് ഫുൾ എന്നിട്ടൊരു ഇത് വരും. ഓക്കെ, ഐഫോൺ യൂസ് ചെയ്യുന്ന എന്നെ പോലെ ദുരിതം അനുഭവിക്കുന്ന എത്ര പേരുണ്ട് സ്റ്റോറേജിൻ്റെ ഇഷ്യൂ കാരണം. ഇനി കളയാൻ വേണ്ടി എൻ്റെ കയ്യിലൊരു ആപ്പില്ല. ഇനി എൻ്റെ കയ്യിലുള്ള ജിപേ മാത്രമേ കളയാൻ ബാക്കിയുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ആപ്പും ഞാൻ കളഞ്ഞു. എനിക്കൊരു ടോപ്പിക്കില്ല. എന്നോട് വ്ളോഗ് എടുക്ക്, നീ വ്ളോഗ് എടുക്ക്, നീ വ്ളോഗ് എടുത്ത് സംസാരിക്ക്, നീ ഓൺ വോയിസ് ചെയ്, നീ ഓൺ വോയിസ് ചെയ്താൽ നീ ക്ലിക്കാവും, തേങ്ങയാവും, മാങ്ങയാവും. എന്നിട്ട് മറ്റേ അജു വർഗീസ് ഏത് വടക്കൻ സെൽഫിയില അങ്ങനെ ചെയ്യും, നീ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വ്ളോഗ് എടുക്കാം, പക്ഷേ എനിക്കെന്തൊരു കോൺഫിഡൻസ് ഇല്ല, എന്തൊരു ഇൻട്രോവേർട്ട് ഫീൽ ചെയ്യുന്നു. ഞാനെന്തോ ഇപ്പം അടുത്തായിട്ടൊരു ഇൻട്രോവേർട്ടായി മാറി ഗൈസ്. പണ്ട് അത്രയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു ഇല്ല, എനിക്ക് ഒരു ടോപ്പിക്കൊന്നുമില്ല, ഞാനെന്നാ പറയുകയെന്ന് വിചാരിച്ച്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇനി എന്തെങ്കിലും പറ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവനെന്ന് ഇതിനെക്കുറിച്ച് പറയട്ടെ ചേച്ചി, ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ പറഞ്ഞു എന്നെക്കുറിച്ച് എന്നാ പറയണ്ടേ. ഞാൻ പറഞ്ഞു എൻ്റെ പണ്ടത്തെ ഡിഗ്രി പഠിക്കുമ്പോൾ പൊട്ടത്തരങ്ങളെല്ലാം പറയട്ടെ എന്ന് വെച്ച്. അപ്പോൾ ഫസ്റ്റ് എന്നെക്കൊണ്ട് പറയണ്ട, അന്നേരം മെല്ലന ഞാൻ പറയില്ല, ഫസ്റ്റ് നിന്നെക്കൊണ്ട് ഞാൻ പറയും, ഫസ്റ്റ് ഗണപതിക്ക് വെച്ചിട്ട് എന്നല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഞാൻ നിന്നെക്കുറിച്ച് പറയും. ഗായ്സ്, എൻ്റെ സ്റ്റോറേജ് പിന്നെയും ഫുള്ളായി എന്ന് പറഞ്ഞു. ഞാൻ ജിപേയും ആകെയുള്ള ജിപേയും ഞാൻ കളഞ്ഞു ഗായ്സ്, കളഞ്ഞു. പണ്ടേതോ പഴഞ്ചൊല്ല് പറഞ്ഞ പോലെ ഞാനൊരു വീഡിയോ എടുക്കാനിരിക്കുന്നപ്പോഴേക്ക് ഇതുവരെ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കാൻ പോലും വിളിക്കാത്ത ആൾക്കാരെല്ലാം ഇന്ന് വിളിക്കുന്നു. വാട്ട് ഈസ് ദിസ്? ഞാൻ വീഡിയോ എടുക്കാത്തതിൻ്റെ റീസൺ ഇതാണ്. ഇത് മാത്രമാണ് എൻ്റെ സ്റ്റോറേജ്. ഒരു മൊണ്ണ ഫോൺ, കറക്റ്റ് മൊണ്ണ ഫോൺ, ഐഫോണാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ ഐഫോൺ കാര്യമില്ല. എൻ്റെ ഒരു ജിപേ പോലും ഇല്ല. ഈ സങ്കടത്തിൽ ഞാൻ ആരോട് പോയി പറയാം. ഓക്കെ, എന്നിട്ട് ഗാലറിയിൽ ഫോട്ടോ ഇല്ല, പോട്ടെ, വീഡിയോ ഇല്ല, പോട്ടെ, ഇൻസ്റ്റാഗ്രാം അത് ഞാൻ കളയൂല, കാരണം അതിൻ്റെ പാസ്വേഡ് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് മാത്രം ഞാൻ കളയാണ്ട് വെച്ചിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞു. ഇനി ക്യാമറ കളയാൻ പറ്റുമെങ്കിൽ ഇനി അതും കൂടി കളയാൻ ബാക്കിയുണ്ട്. ബാക്കി ഒന്നുമില്ല എൻ്റെ ഫോണിൽ. പാവല്ല ഞാൻ. അപ്പോൾ ഇവളെ കഥ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, ഇനി സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ. അപ്പോൾ ഇവളൊരു ദിവസം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ 3 പേരും കൂടിയിട്ട് ടിക്ടോക്ക് ഭ്രാന്തിയാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുക്ക് ഒരു ഇടവഴിയുണ്ട്. അപ്പോൾ ആ ഇടവഴിയിൽ നിന്ന് ഒരു വീടിൻ്റെ മതിലുണ്ട്. അപ്പോൾ മതിലിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഫോണിങ്ങനെ വെച്ചിട്ട് ടിക്ടോക്ക് എടുക്കുന്നതാണേ. അപ്പോൾ അതിൻ്റെ മുന്നിലൊരു വീടുണ്ട്. കുറച്ച് മീൻസ് എല്ലാവരുടെയും വീടുണ്ട്, പക്ഷേ ഇടവഴിയാന്ന് മാത്രം. അങ്ങനെ അധികം ആരും പോകാമെന്നും ചെയ്യാത്ത അങ്ങനത്തെ ഒരു വഴിയാണ്. അപ്പോൾ ഇവരിങ്ങനെ വീഡിയോ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ മറ്റേ അവൾ വീഡിയോയിലിങ്ങനെ ഇടയിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് ഇടയിൽ നിന്ന് എടുക്കുന്ന ഒരു വീട്ടിൽ ഒരാട്ടൻ അപ്പോൾ ഇങ്ങനെ ഒന്ന് വെറുതെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് പോയി. വെറുതെ ഇങ്ങനെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പോയി. എന്നിട്ട് കുറച്ച് മിനിറ്റ് ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് പോയി. ഇതിങ്ങനെ നമ്മളടുത്തേക്ക് വരാണ്ട് ഓർ അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കുക. എന്നാൽ സംഭവം അവർ എന്നാ ചെയ്യുന്നത് എന്നുള്ള പോലെ അങ്ങനെ എത്തി നോക്കിയിട്ട് പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട്
ഇയാൾ കാണാൻ ഇങ്ങനെ മാടി കെട്ടിയിട്ട് ഇങ്ങനെ മുണ്ടലെടുത്ത് മാടി കുത്തിയിട്ട് വരുന്നു. അപ്പം നമുക്ക് മനസ്സിലായി എന്തോ ഒരു പണി വരുന്നുണ്ട് തോമസ് കുട്ടി വിട്ടോടെ അവസ്ഥ. അപ്പോൾ ഈ പെണ്ണുങ്ങൾ കാണാൻ വരുന്നത്. ഈ പെണ്ണുങ്ങൾ വന്നിട്ട് ചോദിക്കുന്നത്, മക്കളെ നിങ്ങൾ എവിടെയേനു, നിങ്ങൾ കുറേ നേരമായാലും ഇവിടെ നിൽക്കുന്നേ, എന്താ ഇവിടെ നിൽക്കുന്നേ, എന്നാ ചെയ്യുന്നേ, നിങ്ങളെ വീട് എവിടെയാ, നിങ്ങളെ നാട് എവിടെയാന്നുള്ള പറ്റി ഞാൻ ചോദിച്ചു. അപ്പം എൻ്റെ വീട് അതിൻ്റെ അപ്പുറം തന്നെ, പക്ഷെ എന്നെ ആർക്കും അറിയില്ല. അപ്പോൾ ഞാനില്ല, ഞാനപ്പോഴതാ ഇവരെ നിനക്കറിയില്ല എന്നുള്ള പോലെ ഒറ്റ തിരിഞ്ഞ് എല്ലാം നടന്നു പോകുമ്പോൾ അപ്പാണ് ഇവള് അറിയില്ലേ. ഇത് ഞാൻ വിചാരിച്ച നാണക്കേടായി. റീൽസ് എടുക്കുന്ന കണ്ട് പുല്ല് ഡാൻസാണ് കളിക്കുന്നത് ടിക്ടോക്ക്. അപ്പം ഞാൻ വെച്ചാൽ നാണക്കേടായല്ലോ ഭഗവാനെ എന്നെല്ലാം വിചാരിച്ച്. ഇവളെ അറിയില്ലേ, ഇവളിനപ്പുറത്തെ പ്രഭാരാട്ടൻ്റെ മോള്. അപ്പം പ്രഭാരാട്ടൻ്റെ മോളേനാ അത് പറയണ്ടേ. നമ്മൾ വിചാരിച്ച് എന്നോട് തന്നെ ഞമ്മക്ക് ഡൗട്ടാവൂലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനൂരിൽ നിന്ന് 2-3 കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ ടിക്ടോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിന് ഈ നാട്ടിൽ വന്നിട്ട്, ഇപ്പോഴത്തെ കാലമല്ല അങ്ങനത്തെ അല്ലേ എന്നെല്ലാം പറഞ്ഞു. അപ്പാട് എന്നെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനപ്പോഴും ആ സാധനം ആ ഒരു സാധനമായി. എൻ്റെ പേരെന്തിനാ പറഞ്ഞത്. അപ്പോൾ എന്നോട് പ്രഭാരാട്ടൻ്റെ മോളെ അതിന് പറയണ്ടേ. എന്നാ ശരി പോട്ടെ എന്നാ ഞാൻ. അപ്പോൾ ഞാൻ എന്തിനാണ് എൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ഇവള് കട്ടക്കട്ടെ നമുക്ക് വരെ പറ്റിയ കട്ടക്കട്ടെ അങ്ങനെ നാറി. ഇതിപ്പോൾ കോമഡിയാണോ ട്രാജഡിയാണോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും പറയണമെന്നല്ലോ, ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയണമല്ലോ എന്ന് ഇവള് പറഞ്ഞു. എന്തെങ്കിലും മീൻസ് ഒന്നാമത് ഞാൻ ബോറടിച്ച് ശവമായി കിടക്കേന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ ഇവള് പറഞ്ഞ് നീ കണ്ടൻറ് ക്രിയേറ്റർ ആവും, യൂട്യൂബ് എടുക്കുക, വീഡിയോ എടുക്കുകയെന്ന്. ഇവള് ക്യാമറേൻ്റെ മുന്നിൽ വരില്ല. ഇപ്പോൾ പണ്ട് എന്നെ ഉന്തി പറഞ്ഞു വെച്ചിട്ട് എന്നെ ഇതിൽ കൊടുത്തിട്ട് എന്നെ ഇതിൽ കൊണ്ടുപോയിട്ട് ഇട്ട്. എന്നിട്ട് ഇവക്കിപ്പോൾ ക്യാമറ അയ്യോ ഞാനില്ലടേ എന്തെങ്കിലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. നമ്മളിത് ആരെയും ബോധിപ്പിക്കാനൊന്നും ഇടുന്ന വീഡിയോ ഒന്നുമല്ലല്ലോ. ഇത് നമ്മളൊരു ടൈം പാസ് എന്ന് വിചാരിക്കാം. അപ്പം യൂട്യൂബ് എൻ്റെ ഏറ്റവും പ്രശ്നം വിലങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. വിലങ്ങനെ എടുക്കുമ്പോൾ എൻ്റെ കണ്ണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് വേണം രണ്ടും കൂടെ ഇങ്ങോട്ട് രണ്ടും കണ്ണ് ഇങ്ങനെ ഇപ്പോൾ 2 സൈഡിലേക്ക് പോകും. അപ്പം ഇത്രയേ ഉള്ളൂ, ഇതാണ് എൻ്റെ കഥ. ഇത്രയേ ഉള്ളൂ നമ്മളെ ബുദ്ധി. അത് പറഞ്ഞ് നിർത്തും. നന്ദി, നമസ്കാരം. ഇനി നാളെ വരും ദിവസങ്ങളിൽ എനിക്ക് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനോടും കരുണാമയനായ ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിച്ച് എനിക്ക് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ എൻ്റെ സ്റ്റോറേജ് കിട്ടിയാൽ ഞാൻ ഇനിയും ഓരോ കഥകളായിട്ട് വരാം, കഥകൾ പറഞ്ഞു തരാം. ഞാൻ മറ്റേ ധ്യാൻ ശ്രീനിവാസനം പുതിയ എന്തെങ്കിലും കണ്ടൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ആ വീഡിയോ ചെയ്യാം. ബിക്കോസ് ഇതാരും കാണാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇതാണ് എൻ്റെ അഹങ്കാരം.